തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ പുക ഉയരാനുള്ള കാരണം ശുചിമുറിയിൽ പുകവലിച്ചതല്ല എന്ന് റെയിൽവേ വിശദീകരണം. കഴിഞ്ഞ ദിവസം രാവിലെ പുക ഉയർന്നതിനെ തുടർന്ന് ട്രെയിൻ ആലുവ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കോച്ച് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. സമഗ്രമായ പരിശോധനയിൽ C5 കോച്ചിലെ ശുചിമുറിയിൽ ഘടിപ്പിച്ച എയറോസോൾ തരത്തിലുള്ള അഗ്നിശമന ഉപകരണം പ്രവർത്തനക്ഷമമായതായി കണ്ടെത്തി. അമിതമായ ചൂട് പുക കണ്ടെത്തുമ്പോൾ സ്വയം സജീവമാക്കാൻ രൂപകൽപ്പന ചെയ്ത അഗ്നിശമന ഉപകരണമായിരുന്നു അത്. ശുചിമുറിയിൽ പുകയുടെയോ ചൂടിന്റെയോ സാന്നിധ്യത്തിലാണ് ഈ സജീവമാക്കൽ സംഭവിക്കുന്നത്. എന്നാൽ ക്ലീനിംഗ് സ്റ്റാഫുകളിൽ ഒരാൾ അശ്രദ്ധമായി ഉപകരണത്തിന്റെ സേഫ്റ്റി ക്യാച്ച് വലിച്ചത് ഉപകരണം സജീവമാക്കുന്നതിലേക്ക് നയിച്ചു. എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ് എന്നും റെയിൽവേ അറിയിച്ചു. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കോച്ചിൽ വാതക ചോർച്ച നടന്നുവെന്നത് ശരിയല്ല. CCTV ദൃശ്യങ്ങൾ വീണ്ടെടുത്തതും ക്ലീനിംഗ് സ്റ്റാഫിൽ ഒരാൾ അശ്രദ്ധമായി സേഫ്റ്റി ക്യാച്ച് വലിച്ചതായി കണ്ടെത്തുകയായിരുന്നു. അഗ്നിരക്ഷാ സംവിധാനം പ്രവർത്തിച്ചത് ശുചിമുറി വൃത്തിയാക്കി ജീവനക്കാരൻ പുറത്തിറങ്ങിയതിന് പിന്നാലെയായിരുന്നു എന്നും പുക ഉയരുന്നതിലേക്ക് നയിച്ചത് ശുചീകരണത്തിനിടെ സംഭവിച്ച അശ്രദ്ധയാണെന്നും റെയിൽവേ വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് അരമണിക്കൂറോളം ആലുവയിൽ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇന്നലെ പുക കണ്ടെത്തിയതിനെ തുടർന്ന് വന്ദേ ഭാരത് ട്രെയിനിൽ അലാറം മുഴങ്ങി. ട്രെയിൻ രണ്ടിടത്തായി അരമണിക്കൂർ പിടിച്ചിട്ടതോടെ യാത്രക്കാരും വലഞ്ഞു. എയറോസോൾ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ നിന്നും പുറത്തുവന്ന തീ കെടുത്താനുള്ള ഫോമും പുകയും കമ്പാർട്ട്മെന്റിൽ പരന്നതു യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള ട്രെയിൻ ഇന്നലെ രാവിലെ 8:55 കളമശ്ശേരി കഴിഞ്ഞപ്പോൾ C5 കോച്ചിൽ നിന്നാണ് പുക ഉയർന്നത്. അതോടെ അലാറം മുഴങ്ങി. ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ വേഗത കുറച്ചു. അമ്പാട്ടുകാവിൽ 7 മിനിറ്റും ആലുവ സ്റ്റേഷനിൽ 23 മിനിറ്റും ട്രെയിൻ പിടിച്ചിട്ടു. പരിശോധന പൂർത്തിയാക്കി 9:24 വീണ്ടും ആലുവയിൽ നിന്നും പുറപ്പെട്ടത്. ആരോ ശുചിമുറിയിൽ പുകവലിച്ചെന്നാണ് ആദ്യം പരന്ന അഭ്യൂഹം. എന്നാൽ പുകവലിച്ചയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശുചിമുറിയിൽ പുക ഉയർന്നപ്പോൾ എയറോസോൾ എക്സ്റ്റിംഗ്വിഷറിൽ സെൻസറുകൾ പ്രവർത്തിക്കുകയും തീപിടുത്തം നിയന്ത്രിക്കാനുള്ള നൈട്രജനും കാർബൺ ഡയോക്സൈഡും കലർന്ന ഫോം പുറത്തേക്ക് വരികയും ചെയ്യുകയുണ്ടായത്. അതേസമയം ട്രെയിനിലെ ക്ലീനിംഗ് ജീവനക്കാരിൽ ആരോ ആണ് ശുചിമുറിയിലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണെന്നും പറയുന്നു. പുക ഉയർന്നത് ഇതാണ് കാരണമെന്നും റെയിൽവേ അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.